நீங்க தானடா அந்த பரதேசி நாய தலைமையில தூக்கி வச்சுட்டு ஆடினீங்க. இனிமே இங்க அவனை பார்த்தனா அதுக்கு அனுபவிக்க போறது நீங்க தான். எங்கடா அவன்? எங்க? எனக்கு தெரியாது. ஏண்டா உன் தங்கச்சி தொழிலை நிறுத்திட்டு பத்தினி ஆயிட்டாளா? எல்லாம் அவன் உபதேசமா? என்ன தைரியம் இருந்தா அந்த கண்ணம் பயல எனக்கு தெரியாமலேயே வீட்டுக்குள்ள ஏத்திருப்ப. எச்சல் பட்டி போல மனுஷனை தள்ளுங்க. நீ யாரா? யாருமா நீ? நம்ம பழைய ஏட்டு வாசுவோட பொண்ணு. அதா வளர்ந்துட்டாளே. ஏண்டா என்னென்னமோ சொல்றீங்க, இதெல்லாம் சொல்ல மாட்டீங்களா? உன் பேர் என்ன கண்ணு? കേട്ടോ ശേഖര, ഞാൻ ഇവളോട് പറഞ്ഞു നീ കുറച്ച് ദിവസം രാധയുടെ കൂടെ നിൽക്ക്. അറ്റ്ലീസ്റ്റ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ കൊണ്ട് പഠിക്ക്. ഒരൊറ്റ ഫ്രണ്ട്സിനെ വിട്ടുവിളിച്ച് അല്പം ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല. നാണക്കേട്. അത്ര നിർബന്ധമാണെങ്കിൽ ഫ്രണ്ട്സിനെ ഹോട്ടലിലേക്ക് വിളിക്കണം. ഇത്രയും കാലം തൊടില്ലാന്ന് വെച്ചത് ഇനി പഠിക്കാനൊന്നും വയ്യ. എന്റെ വിധി. പെണ്ണ് കാണാൻ വന്നപ്പോ ഞാനിതെല്ലാം വിശദമായിട്ട് തിരക്കേണ്ടതായിരുന്നു. അല്ല, ഇനി എങ്ങനെയാ തിരിച്ചുപോക്ക്? ഇവിടുത്തെ വണ്ടി പോവാന്നേ. വേണ്ടപ്പാ, ഞാൻ ജീപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. താൻ പ്രശ്നമാക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. എന്താ അനുമോളെ, നമുക്കൊരു ഡ്രൈവുമായി. അങ്കിൾ, ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ? சி சார், நீங்களும் இருக்கீங்களா? மேஜர் சாருக்கு என்ன தெரியாது? இல்ல, இது ரெங்கன். ரெங்கண்ணன். ஊர்ல எல்லாரும் என்ன அப்படிதான் கூப்பிடுவாங்க. நான் யாரையாவது வீடு தேடி பார்க்க வந்தா ஒண்ணு அவங்க தப்பு பண்ணிருக்கணும், இல்ல நான் வம்பு பண்ண வரணும். இப்ப வந்ததின் உத்தேசம்? எனக்கு பிடிக்காத ஒத்தனை நீங்க இங்க தங்க வச்சிருக்கீங்க. இனிமே அவ இங்க இருக்க கூடாது. அதுதான் உங்களுக்கு நல்லது. இத நான் ஏன் சொல்றேன்னு சிஐ சாருக்கு புரியும். ആരെ താമസിപ്പിക്കണം, ആരെ ഇറക്കി വിടണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ താൻ ഇറങ്ങി പോണം. மேஜர் சார் அறிவில்லாம பேசுறார். சிஐ சார் கொஞ்சம் சொல்லி கொடுங்க. ரெங்கன், நீங்க இப்ப போங்க, நம்ம அப்புறம் பேசிக்கலாம். இந்த விஷயமா மறுபடியும் என்ன இங்க வர வைக்காதீங்க. வரட்டுமா? கொடுங்கய்யா. இப்படி செய்யறதால கடவுளுடைய கோபத்துக்கு நாங்க ஆளாவோன்னு தெரியும். ஆனா ரெங்கண்ணனுடைய கோபத்திலிருந்து தப்பிக்கணும் இல்லையா? வேற வழி தெரியல. பரவாயில்ல.
നിൽക്കൂ ഏട്ടാ. ഞങ്ങളുടെ ഒരു വീട് കൂടുള്ളത് മറന്നിട്ടാണോ ഏട്ടൻ തിരിച്ചു നടക്കുന്നത്? വരൂ. വേണ്ട, നീ അതിന്റെ പേരില്. നിങ്ങൾ തന്നൊരു ജീവിതമാണ് എനിക്കും കണ്ണനും ഉള്ളത്. നിങ്ങളെ കാണുമ്പോ കതവ് വലിച്ചടച്ച ദൈവം പൊറുക്കില്ല. ഏട്ടൻ വരൂ. രായപ്പനോട് ഉണ്ടേ. രംഗണ്ണൻ ഇന്നലെ ഇവിടെ വന്നൊന്ന് വിറപ്പിച്ചിട്ട് പോയി. നിങ്ങളെ വീട്ടിൽ കയറ്റുന്നവരുടെ പള്ളക്ക് കയറ്റുമെന്നാ പറഞ്ഞ്. നിനക്ക് പേടിയുണ്ടോ? ഉണ്ടിട്ടേ വിടുള്ളൂ കേട്ടോ. ഞാൻ അരിയിട്ടു. ഉഷയുടെ എന്തെങ്കിലും കള്ളം പറഞ്ഞു. ഞാൻ ഇറങ്ങ. எப்போ வந்தீங்க? அதுக்குள்ள கிளம்பிட்டீங்க? இறங்கிருந்து பின்ன இறங்கண்ணா. அப்புறம் வரீங்களா? இன்னைக்கு கூட உங்களை பார்க்கலன்னா நானும் உஷாவும் மேஜர் சார் வீட்டுக்கு வரலான்னு வந்தோம். ஒரு நிமிஷம், சாப்பாடுக்கு என்ன பண்ணியிருக்கான்னு தெரியல. அண்ணே, அண்ணனுக்கு ஆர்முகம் வீட்டில் இருக்கும்ல? இருக்கும். டேய் ராஜப்பா, உன்கிட்ட சொன்ன இல்ல இவனை வீட்டுக்குள்ள விடக்கூடாதுன்னு. നീയൊക്കെ രണ്ട് കിട്ടിയാലേ പഠിക്കൂ അല്ലേ? അത് പുള്ളി വന്നപ്പം ഇവനെ താമസിയാതെ ഞങ്ങൾ പൊക്കും. നിനക്കൊക്കെ ഇനി ഇവിടെ ജീവിക്കണമെന്ന് ഓർത്തോ? என்னடா உங்களால பண்ண முடியும்? என்னடா நீ വേണ്ട செய்ய? വേണ്ട കണ്ണാ, കണ്ണാ വേണ്ട. விடுங்கண்ணே. അറിഞ്ഞത് அண்ணே, என்ன விடுங்க. വേണ്ട. கண்ணா வேண்டா, வழக்கிന് அவங்க சொன்னது நீங்க கேட்கலையா? അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, പറഞ്ഞെന്ന് കരുതി. നോക്ക്, എന്തെങ്കിലും കാണിച്ചു വെച്ച് അവളുടെ കണ്ണ് കലങ്ങാൻ ഇടയാക്കരുത്. നിന്റെ ദേഹത്തൊരു പോറലേറ്റ അവളെ സഹിക്കില്ല. എന്നെ കൊല്ലാനോ തിന്നാനോ ആര് വേണേ വന്നോട്ടെ, അത് ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? ഊണ് ഇന്ന് വേണ്ട മോളെ, ഞാൻ വരാം. ഇന്നെന്തോ 10:15 ട്രെയിൻ എത്തുന്നത്. അപ്പോഴേക്കും എന്നെ അവിടെ എത്തിയിട്ടുണ്ടാവുമെന്നാ. ഇവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയെന്ന് എനിക്ക് തോന്നി. അതോ ഒരു കോയമ്പത്തൂർന്ന് കാര് പിടിച്ചു വരുമോ? വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ആന്റി എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എങ്ങനെ വേണേലും വരട്ടേന്ന്. വന്നിട്ടില്ലെങ്കിൽ അത്രയും നല്ലത്. വന്നിട്ടും വലിയ യൂസ് ഒന്നുമില്ല. അതുപോലെ തിരിച്ചു പോവേ ഉള്ളൂ. അനിമോളെ, ആന്റി പറഞ്ഞത് മറക്കരുത്. നിന്റെ അച്ഛനും അമ്മയും രണ്ടുപേർക്കും മൂക്കിന്റെ തുമ്പത്ത് അർശം. അവര് കടപെടാന്ന് എന്തേലുമൊക്കെ പറഞ്ഞു എന്നിരിക്കും. എന്റെ കുട്ടി തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത്. എന്താന്ന് വെച്ചാ ഞാനും മേനും കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അതിന് ബോധ്യം വരണ്ട ആന്റി. അവരവരുടെ ഡിസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. അത് ഉറപ്പാ. എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നോട് ഇറങ്ങിപ്പോകാൻ ആന്റിയും അങ്കിളും പറയരുത്. പിന്നെ സൂയിസൈഡ് അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല. എന്റെ കൃഷ്ണ, എന്താ മോളി പറയുന്നത്? കളിയായിട്ട് പോലും അങ്ങനൊന്നും പറയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അപ്പൊ ട്രെയിനിൽ തന്നെയാ വന്നത്? അതെ. വരൂ. അരുൺ അകത്തേക്കല്ല. ഇറ്റ്സ് റിയലി എ ലവ്ലി പ്ലേസ്. അനി ഇവിടെ നിന്ന് പോരാൻ മടിക്കുന്നതിന്റെ കാര്യം നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മമ്മിക്ക് അസുഖമൊന്നുമില്ലല്ലോ? നീ ഉണ്ടാക്കുന്ന ഹെഡേക്സിന് പുറമെ എന്തിനാ മറ്റസുഖം? ലീല, എനിക്കൊരു ചായ വേണം. ചേച്ചി എടുക്കുന്നുണ്ട്. ഈ ഡ്രസ് ഒന്ന് മാറിക്കോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓ, നിങ്ങളും ഉണ്ടായിരുന്നോ? സർപ്രൈസ് ആയി അല്ലേ? ഏയ്, ഒരു ചെറിയ ഷോക്ക്. അതാ ഉണ്ടായത്. യു ക്രേസി. എന്ത് ടെൻഷനാ താനോട് ഉണ്ടാക്കിയത്? ഒരു വാക്ക് പറയാതെ. തന്റെ ഡാഡിയും മമ്മിയും എന്തുമാത്രം വറീഡായിരുന്നു അറിയാമോ? ആഹാ, എന്നാൽ ഇനിയും അവർ ഒരുപാട് വറീഡാവാൻ ഇരിക്കുന്നേ ഉള്ളൂ. അനി, അങ്കിൾ, നോ, അവരെല്ലാം വന്ന് കയറിയതേ ഉള്ളൂ. അതിനു മുമ്പ് നീയായിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് മുഴുവൻ നീ മറന്നു. എനിക്ക് അയാളെ കാണുന്നതേ അറപ്പാ. അയാൾ ഇവിടെ ഉണ്ടാവുന്ന ഓരോ സെക്കൻഡിലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ശേഖരേട്ടാ, അനി പ്ലീസ്. என்ன பஞ்சு மிட்டாய் சாப்பிட்டுட்டு இருக்க குழந்தைங்க மாதிரி? அசிங்கமா இல்ல? ഞാൻ കുട്ടി തന്നെയല്ലേ, പിന്നെ നിങ്ങളെ പോലെ വയസ്സനാ? லட்சுமி, வந்து ஜீப்ல ஏறு. എന്തിന്? ഉള്ള രംഗണ്ണെ കൂട്ടിട്ട് വர சொல்லிருக்காரு. അയ്യടാ, ചെങ്കണ്ണൻ വിളിച്ചാ വരാതിരിക്കല്ലേ ഞാൻ? പോടാ. വേണ്ട ലക്ഷ്മി, വാ. ஏய், என் கைக்கு வேலை கொடுக்காத. மரியாதையா சொல்றேன், வந்து ஜீப்ல ஏறு. டேய், கையை விடுறா. போடா.
അവരിനിയും വഴക്കിന് വന്നാലോ? എനിക്കെന്തോ പേടിയാവുന്നു. அப்படி பயந்து வாழ்ந்ததுனால தானே நம்ம ரொம்ப கஷ்டப்பட்டோம். இனிமேலாவதுண்ணா யாரு? ராசப்பண்ணனை யாரோ கோயில் கிட்ட அடிச்சு போட்டிருக்காங்க. தலையில நல்லா அடிபட்டு இருக்குண்ணே. பயப்படுற மாதிரி ஒண்ணும் இல்ல. ஆஸ்பத்திரிக்கு எடுத்துட்டு போயிருக்காங்க. சீக்கிரம் வாங்கண்ணே. வா போலாம். ഞാനും വരാം. வேணா நீரு, நான் போறேன். എന്താ ഉഷി രാത്രിയിൽ എങ്ങോട്ടാ? കണ്ണനെ ആരോ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി. എന്തോ അപകടമുണ്ട്. என்னடி இப்போ தொழில் ரோட்லயேவா? സാർ ഇവളുടെ ഭർത്താവിനെ ആരോ. நீ யாரா இவளுக்கு புது மாமாவா? ஏறா வண்டியில. സാർ എന്നെ നമ്പുങ്ക. എൻ പുരുഷൻ. பேசாத. സാർ ஏய் ஏறா வண்டியில. சார் தயவு செஞ்சு நான் சொல்றது கொஞ்சம் கேளுங்க. என் புருஷன். கான்ஸ்டபிள் இவளை உள்ள സാർ എനിക്കറിയാം നിങ്ങൾ ഒത്തുകളിക്കാൻ കണ്ണനെ രംഗന്റെ ഗുണ്ടകൾ കൊണ്ടുവരിക്കാൻ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം തനിക്കായിരിക്കും. Shut up. கான்ஸ்டபிள்
തിരിച്ചു കിട്ടി. കണ്ണു നിറയൊന്ന് കാണാൻ കഴിയും മുമ്പ് കൊണ്ടുപോയി കൊന്നല്ല ഏട്ടാ. എന്നെ മോഹിപ്പിച്ചതല്ലോ വേദനിപ്പിക്കാനായിരുന്നല്ലോ. ഞാൻ എന്ത് പറഞ്ഞ മോളെ നിന്നെ ആശ്വസിപ്പിക്കും. കരേ മതിയാവളം കരേ. 7-ാം വയസ്സിൽ മരിച്ചു എന്ന കാര്യം നിന്നെ തിരിച്ചു കിട്ടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അതിനുള്ള ശിക്ഷയായല്ലോ മോളെ. ലക്ഷ്മി, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ആ പയ്യനെ കൊല്ലാൻ നീ ഒത്താശ ചെയ്തവന്മാരുടെ അടുത്തേക്ക്. സ്റ്റേഷൻ കൊള്ളുന്നത് കലാട്ട അവിടെ പെട്ട കോൺസ്റ്റബിൾ. നിർത്താൻ. ശിവൻ, ശിവൻ, താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അതെ സാർ, എനിക്ക് ഭ്രാന്താണ്. ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്റെ ഭ്രാന്ത് കൂടുതലാണ്. അത് മാറണമെങ്കിൽ ഇവരെ പട്ടുകളൊക്കെ കൊല്ലണം. ശിവൻ, താൻ ഈ കാണിച്ചതിന് തന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ഇടേണ്ടതാണ്. ചെയ്യണം സാർ. സാറിനെ കൊണ്ടതല്ലേ പറ്റൂ. സർക്കാരിന്റെ ശമ്പളം വാങ്ങി ഗുണ്ടകൾക്ക് കൈകളായി നിൽക്കുന്ന ഇവനെ പോലെയുള്ളവനെയൊന്നും തൊടാൻ പറ്റിയല്ലോ. ശിവൻ, കൂൾ ഡൗൺ. കണ്ണനെ കൊന്നവന്റെ പിന്നിൽ ആരുടെ കൈയാണെന്ന് എനിക്കറിയാം. അവനെ രാത്രി വീട്ടിൽ നിറക്കൊണ്ടുപോയിനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവനെ കൈ കിട്ടിയാൽ വേണ്ട ആക്ഷൻ ഞാൻ എടുത്തോളാം. താനിപ്പോ പോ.